السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, ഫിഷിനെ പറ്റി, മത്സ്യത്തെപ്പറ്റിയുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദിവസം മത്സ്യത്തെപ്പറ്റിയുള്ള ക്ലാസ് തുടരുകയാണെങ്കിൽ ധാരാളം വിഷയങ്ങളുണ്ട്. എങ്കിലും ഇന്നത്തെ ക്ലാസ്സോടെ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആസ്പിരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് എല്ലാവർക്കും അറിയാം. അത് കൂടുതലും കഴിക്കുന്നത് രക്തം തിന്നാവാൻ വേണ്ടി, കട്ടിയാകാതിരിക്കാൻ വേണ്ടി, അതുമൂലം ഹാർട്ടിന്റെ രോഗങ്ങളെയും സ്ട്രോക്കുകളൊക്കെ തടയാൻ വേണ്ടിയാണ്. പല വിഷയങ്ങളിലും ആസ്പിരിനും അതേപോലെ തന്നെ ഫിഷ് ഓയിൽ, മീനിന്റെ ഓയിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്ക് വലിയ ജേർണലുകൾ, ലീഫ് ആൻഡ് വെബർ പോലെയുള്ളവരൊക്കെ ഈ ആസ്പിരിനെ ഈ ഫിഷ് ഓയിൽ മറികടക്കുന്നു എന്നാണ് അവർ പറയുന്നത് പല വിഷയത്തിലും. അതേപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ജേർണലായ ലാൻസെറ്റിൽ ലണ്ടൻ 1988 പബ്ലിഷ് ചെയ്ത ആ പഠനത്തിൽ പറയുന്നത്, ഈ ഫിഷ് ഓയിൽ, മത്സ്യത്തിന്റെ എണ്ണ, അത് സ്ട്രോക്കുകളെ തടയുന്നു. ആ വിഷയത്തില് ആസ്പിരിനെയും അത് മറികടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രീമർ അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ ഫിഷ് ഓയിൽ തീർച്ചയായും നമ്മുടെ സന്ധികളിൽ വരുന്ന സന്ധി വേദന, വീക്കങ്ങൾ മൂലം ഉണ്ടാകുന്ന വേദനകളെ അത് കുറക്കുന്നു. അതിനുള്ള കഴിവ് അതിനുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ക്യാപ്സൂൾ കഴിക്കുക, അല്ലെങ്കിൽ നാം മനുഷ്യൻ തന്നെ കഴിക്കുക എന്ന് മാത്രമല്ല, ഇത് കഴിക്കുന്ന പേഷ്യന്റുകൾക്ക്, രോഗികൾക്ക് അവർക്ക് എനർജി, ശക്തികൾ ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു കഴിവുകളും അതുമൂലം ഉണ്ടാകുന്നു. അങ്ങനെ സന്ധിവാദങ്ങളും വേദനകളും ഉള്ളവർക്ക് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഗവേഷകരെ കണ്ടെത്തി സോറിയാസിസ് എന്ന് പറയുന്ന വിട്ടുമാറാത്ത ചർമ്മ സംബന്ധമായ രോഗത്തിന് വളരെ നല്ലതാണ്. അത് കൊടുത്ത ഫിഷ് ഓയിൽ കൊടുത്തപ്പോഴേക്ക് അതിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്, പുരോഗതി ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ക്യാപ്സൂൾ കൊടുത്ത്, അല്ലെങ്കിൽ അതിന് സമാനമായ ഫിഷ് ഓയിൽ തന്നെ കൊടുത്ത്, അല്ലെങ്കിൽ ഓയിൽ ഫിഷ് എന്താക്കി അവർ ഉപയോഗിച്ചു. അപ്പോഴേക്ക് ഇങ്ങനെയുള്ള സോറിയാസിസ് കുറയുന്നതായി കണ്ടു എന്ന് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഡെർമറ്റോളജി 1982 പബ്ലിഷ് ചെയ്ത ആ പഠനത്തിൽ പറയുന്നുണ്ട്. അതേപോലെ നോർവേയുടെ റിസർച്ചേഴ്സും ഗവേഷകരും പറയുന്നത്, അവർ സ്ഥിരീകരിച്ചു, ഈ ഫിഷ് ഓയിൽ എട്ടോപിക് ഡെർമാറ്റൈറ്റിസ് എന്ന് പറയുന്ന ചർമ്മത്തിൽ വരുന്ന, അത് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട്, ആ രോഗങ്ങളെ കുറക്കാൻ വളരെ നല്ലതാണ് എന്ന് ഇത് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഡെർമറ്റോളജി 1982 വീണ്ടും കണ്ടെത്തി. ഇത് മൈഗ്രെയിൻ പോലെയുള്ള മൈഗ്രെയിൻ തലവേദനയ്ക്ക് വളരെ എഫക്റ്റീവായ ഒരു ഔഷധമാണ് ഫിഷ് അല്ലെങ്കിൽ ഫിഷിന്റെ ഓയിൽ എന്ന് പീഡിയാട്രിക് ജേർണൽ ഡെർമറ്റോളജിയും 1986 കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് റീസർച്ചുകൾ ഫിഷിനെ പറ്റിയും
അതേപോലെ തന്നെ അതിന്റെ ഓയിലിനെ പറ്റിയും ധാരാളം നടന്നിട്ടുണ്ട്. അത് ദിവസങ്ങളോളം നമുക്ക് അതിനെപ്പറ്റി പറയാം. പിന്നെ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇത് ഒന്ന് കൊളസ്ട്രോളിനെ കുറക്കുന്നുണ്ട്, ട്രൈഗ്ലൈസറൈഡ്സിനെയും കുറക്കുന്നുണ്ട്. അതിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അത് കുറക്കുന്നുണ്ട്. ഇത് മൂലമാണല്ലോ ഹാർട്ടിന്റെ രോഗങ്ങളൊക്കെ വരുന്നത്. എന്ന് മാത്രമല്ല, ഹാർട്ടിന്റെ രോഗങ്ങളെ അത് തടയുന്നു. ബ്രെയിനിൽ വരുന്ന സ്ട്രോക്കുകളൊക്കെ അത് തടയുന്നു. വാതസംബന്ധമായ രോഗങ്ങളെ തടയുന്നു. ഇക്സിമ പോലെയുള്ള ചർമ്മരോഗങ്ങൾക്കും വളരെ നല്ലതാണ്, അതിനെ സുഖപ്പെടുത്തുന്നു. ക്യാൻസറുകൾ വരെ തടയുന്നുണ്ട് ഫിഷ് അല്ലെങ്കിൽ ഫിഷിന്റെ ഓയിൽ. അതേപോലെ തന്നെ ഫിഷ് കഴിക്കുന്നവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു ശക്തിയുമുണ്ട് അതിന്. വെയിറ്റ്, നമ്മുടെ ഭാരത്തെ അത് കുറക്കുന്നു. നമ്മുടെ ബ്രെയിനിന്റെ ടിഷ്യൂകളെ അത് ഫോർമേഷൻ ചെയ്യുന്നു, അത് ഉണ്ടാക്കുന്നു. അതുപോലെ കണ്ണിന് വളരെ നല്ലതാണ്, കണ്ണിന്റെ ആരോഗ്യത്തിന്. നമ്മുടെ കാതിന്റെ, ചെവിടിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ജനനേന്ദ്രിയ ഗ്രന്ഥികൾക്കും വളരെ നല്ലതാണ്, അതിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഫിഷ്. മാത്രമല്ല, നമ്മുടെ മറ്റുള്ള ബോഡിയിലുള്ള മറ്റുള്ള ഗ്ലാൻഡ്സുകളുടെ ടിഷ്യൂകൾക്കും അത് വളരെ നല്ലതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ബോഡിയുടെ ടോട്ടൽ സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ ചുറ്റുഭാഗത്തും മെംബ്രാനെ ഉണ്ടാക്കുവാൻ വേണ്ടി, എന്നിട്ട് നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് ഫിഷ്, മത്സ്യം അല്ലെങ്കിൽ അതിന്റെ ഓയിൽ. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ പലയിടത്തായിട്ട് മത്സ്യത്തെ പറ്റി അള്ളാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും അനവധി ഹദീസുകളുണ്ട് മത്സ്യത്തെ പറ്റി. ഇന്ന് പഴയകാലത്തും ഇന്ന് പുതിയ ഗവേഷണങ്ങളും ഒരുപാട് കണക്കില്ലാത്ത ഗവേഷണങ്ങൾ വന്നു ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി, അതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെപ്പറ്റി. ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് അത്യാവശ്യമായ ഇവിടെ ജീവിക്കാൻ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും ഉണ്ട്. അതിനെ വിശദീകരിച്ചിട്ടും ഉണ്ട് പഴയ കാലത്തുള്ള തിബിന്റെ ഉലമാ, അതായത് മെഡിസിന്റെ പണ്ഡിതന്മാർ. ഇപ്പോൾ വരുന്ന വലിയ വലിയ വിദഗ്ധരായ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ശാസ്ത്രജ്ഞന്മാരും അതിനെ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അറിയില്ല ഇത് പരിശുദ്ധ ഖുർആനിലുണ്ട്, തിരു ഹദീസുകളിലുണ്ട് എന്ന്. എന്നാൽ പോലും അവർ അതുപോലെ ആണ്, വളരെ വ്യക്തമായിട്ടാണ് അവർ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും പറഞ്ഞതുപോലെ വളരെ നന്നായിട്ടാണ് അവർ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും നാം നന്നായിട്ട് പഠിക്കണം. അതിലൊരുപാട് കാര്യങ്ങൾ, അതിന്റെ ഒരു പദങ്ങളുടെ ബേക്കിൽ ഒരു സയന്റിഫിക് ബോൾഡ് തന്നെ ചിലപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അത് നന്നായിട്ട് നാം പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തുനിയണം. അതുകൊണ്ട് അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, മനുഷ്യനെ നന്നാക്കുന്ന ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ്. മനുഷ്യൻ ഇവിടെ നന്നായിട്ട് ജീവിക്കണം, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും നോവിക്കരുത്. ഒരാൾക്ക് പോലും, ഈ ലോകത്തുള്ള ഒരാൾക്ക് പോലും യാതൊരു നിലക്കുള്ള ഉപദ്രവവും ഉണ്ടാകരുത്. എല്ലാവരും നന്നായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ തിരു ഹദീസുകളും. അതനുസരിച്ച് നാം നടന്നാൽ ആരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാവരും ശാന്തരായി ജീവിക്കും. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ആ പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ തിരുഹദീസുകൾ അനുസരിച്ച് ജീവിക്കുവാൻ തൗഫീക്ക് നൽകട്ടെ. ലോകത്തിലുള്ള എല്ലാ ജനതക്കും നമുക്ക് കഴിയുന്നത്ര സഹായങ്ങൾ, സഹകരണങ്ങൾ ചെയ്യുവാനും എല്ലാവരും നന്നാകുവാൻ വേണ്ടിയിട്ട്, എല്ലാവരും നല്ല നിലക്ക് ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.